ഹലോ ഗൈസ്, ഇന്ന് കോളേജ് ഡേ 5 ആണ് കേട്ടോ. ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ. നമ്മൾ ആദ്യത്തെ ബസ് കയറിയതിനു ശേഷം രണ്ടാമത്തെ ബസ്സിന് ഇപ്പൊ കാത്തിക്കാണ് കേട്ടോ. അപ്പൊ ഇന്ന് കോളേജ് എന്നോടെ ഞങ്ങൾ ഫിൽറ്ററിന്റെ അവിടേക്ക് പോയി. ബിക്കോസ് അർച്ചനയ്ക്ക് തണുത്ത വെള്ളം കുടിക്കണം പറഞ്ഞിട്ട് പോയതാണ്. അങ്ങനെ ഞങ്ങൾ തണുത്ത വെള്ളം കുടിച്ചു. അതിനുശേഷം അറ്റൻഡൻസ് ഒക്കെ എടുത്തതിനു ശേഷം വീണ്ടും ഓറിയന്റേഷന് വേണ്ടി ഞങ്ങൾ ഓഡിറ്റോറിയത്തിലോട്ട് വന്നേക്കാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇന്ന് ആദ്യത്തെ ക്ലാസ് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ പ്രിൻസിപ്പലിന്റെ വകയായിരുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഷീറ്റ് ഒക്കെ തന്നു. അതായത് ഞങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് ഒരു ഐഡിയ തരാൻ വേണ്ടിട്ട് ഞങ്ങൾക്ക് ഒരു പേപ്പറൊക്കെ തന്നിരുന്നു. ഇപ്പൊ ഏകദേശം ഇന്റർവെലിന്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോഴാണ് ഇതൊക്കെ വിതരണം ചെയ്തത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതാ വീണ്ടും ക്ലാസ് കേട്ടോണ്ടിരിക്കും. ഞങ്ങൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് വന്നേക്കാണ്. അതാണ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ അതിനുശേഷം ഞങ്ങളിപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വേറെ വല്ല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ. എന്തായാലും സെക്കൻഡ് ഇയേഴ്സിന്, തേർഡ് ഇയേഴ്സിന്, ഫോർത്ത് ഇയേഴ്സിന് വേറെ ബ്ലോക്കാണ്. ഞങ്ങൾക്ക് ഇതാണ്. ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. ഇത് ഞങ്ങളുടെ ന്യൂ ക്യാൻറ്റീൻ ആണ്, പണി നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴേക്കും ലഞ്ച് ബ്രേക്ക് കഴിയും. ഞങ്ങൾക്ക് ഒരു 11:45 തൊട്ട് 12 വരെ ബ്രേക്ക് ഉള്ളൂ. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഹെയർ സ്റ്റൈൽ മാറ്റാൻ വേണ്ടി വന്നേക്കാണ്. അതായത് ചൂടെടുത്ത് ഗൈസ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒന്ന് കെട്ടി വെക്കാന്ന് വിചാരിച്ചു. പിന്നെ ഏകദേശം ഞാൻ 3 വട്ടം ഹെയർ സ്റ്റൈൽ മാറ്റിയിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ വേറെ ഓറിയന്റേഷൻ ഉണ്ടായിരുന്നു, ബട്ട് ഞാൻ ക്ലിപ്പ് എടുത്തില്ല. പക്ഷെ ഇനി അടുത്ത ഓറിയന്റേഷൻ നടക്കാൻ വേണ്ടി പോകും. അടുത്ത ഓറിയന്റേഷൻ എന്ന് പറയുന്നത് 2.5 മണിക്കൂർ നീണ്ടിട്ടുള്ള ഓറിയന്റേഷൻ ആണ്. അപ്പൊ ഞങ്ങൾ നല്ല ബോറാവെന്ന് വിചാരിച്ചിരിക്കുന്നു. പക്ഷെ സത്യം പറയാലോ ഗൈസ്, നല്ല രസമുള്ള നല്ല തമാശകരമായിട്ടൊരു ക്ലാസ് ആണ്. ഇതുവരെ വെച്ച് നടന്ന ഓറിയന്റേഷൻ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ് ഇതായിരുന്നു കേട്ടോ. ബിക്കോസ് ഒരു ഫാദർ ആയിരുന്നു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഫുള്ള് റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഗൈസ്, ഇന്നത്തോടു കൂടി ഓറിയന്റേഷൻ ക്ലാസ് കഴിയാണ്. അപ്പൊ നാളെ മുതൽ റെഗുലർ ക്ലാസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അതൊരു സമാധാനമായിരുന്നു. ആക്ച്വലി ഇന്ന് ശരിക്കും റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ എങ്കിൽ മഴവധി കാരണം കൊണ്ട് അവർക്ക് ഓറിയന്റേഷൻ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് വൈകിപ്പോയത്. ഇനിയിപ്പോ ഓഡിറ്റോറിയത്തിൽ ഇന്ന് സ്പീച്ച് കേട്ട് ഉറക്കം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ സമയം നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇപ്പൊ ഞാൻ വീട്ടിലോട്ട് എത്താറായിട്ട്. അപ്പൊ വഴിയിൽ നിന്ന് വെല്ലുമ്മയും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെല്ലുമ്മ എന്റെ കൂടെ ഉണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ.